ഗുഡ് മോർണിംഗ്. എവിടെ രാജലക്ഷ്മി? വാ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഹിയർ ഈസ് എ ഗുഡ് ന്യൂസ് ആൻഡ് സർപ്രൈസ് ഫോർ യു. എന്താ മോളെ? റിലീസിംഗ് ഓർഡർ കോടതി വെറുതെ വിട്ടു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എല്ലാത്തിന്റെയും മുകളിൽ ഒരു ന്യായാധിപനുണ്ടല്ലോ, ഈശ്വരൻ. അവന്റെ തീർപ്പ് നമുക്ക് അനുകൂലമാവുള്ളൂ. ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിട്ടും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നല്ലോ ഇത്രയും നാള് രാജലക്ഷ്മി കാത്തിരുന്നത്. വല്യമാമ, ഇപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്താലേ വീട്ടു സാധനങ്ങൾ 2 ദിവസം കൊണ്ട് പൂനെയിലെത്തും. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ഞാൻ നാട്ടിലൊന്ന് വിളിച്ചറിയിക്കട്ടെ. ഈ ഒരു വിവരം അറിയാൻ അവരും കാത്തിരിക്കുക. അയ്യോ, ഞാൻ മറന്നു. സാറിന് എന്താ കുടിക്കാൻ? താങ്ക്സ്. ഇത്രയും നാൾ കാർമേഘം മൂടിയ മനസ്സായിരുന്നു അതിൻ്റെത്. ഇപ്പോഴാ ഒന്ന് തെളിഞ്ഞു കണ്ടത്. എന്തായാലും ഇവിടെ വെച്ച് സംഭവിച്ചതെല്ലാം എന്നും നല്ലൊരു ഓർമ്മയായി മനസ്സിലിരിക്കട്ടെ. ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. എനിവേ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കേറ്. ഓക്കെ. ഓ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? എന്താ മാഡം? എന്റെ പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മെഡിസിൻസ് ഒക്കെ എഴുതി ചേർത്തിരിക്കുന്നു. ഹൂ ഡിഡ് ദിസ്? ഒരു മാസത്തിലേറെയായി ഈ ചീറ്റിംഗ് തുടങ്ങിയിട്ട്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും എന്റെ മുന്നിൽ ഹാജരാവണം വിത്തിൻ 1 hour. പ്രിയോബിനെറ്റ്, ഫാക്ടറേറ്റ്, അൾട്ടിപേസ് എന്നീ കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് എന്റെ കൈപ്പടയിൽ എഴുതി ചേർത്ത് ഈ കൂട്ടത്തിൽ ആരോ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. മാസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ക്രിമിനൽ ഓഫൻസ്. മിസ്റ്റർ ചന്ദ്രപ്പൻ, യു ആർ ദ ഫാർമസിസ്റ്റ്. നിങ്ങളുടെ അറിവോടാണ് സ്റ്റോറിൽ നിന്ന് ഈ മെഡിസിൻസ് ഒക്കെ ഡെലിവറി ചെയ്തിരിക്കുന്നത്. പ്രിസ്ക്രിപ്ഷനിൽ മാഡത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട മെഡിസിനാണ് ഞാൻ സപ്ലൈ ചെയ്തത്. പക്ഷേ സ്റ്റോറിൽ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള ആ മെഡിസിൻസ് ഡ്യൂട്ടി നഴ്സോ എന്റെ പേഷ്യൻസോ കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എവിടെ പോയി? എനിക്കറിയാം, വൻ മാഫിയയുടെ ദല്ലാളനായി ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അതാരായിരുന്നാലും എന്റെ പ്രൊഫഷണൽ എത്തിക്സിനെയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഹൂ എവർ ഹാസ് കമ്മിറ്റഡ് ദ ക്രൈം, ഐ വിൽ ബ്രിങ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോ.
അയ്യോ ഒന്നും ചെയ്യല്ലേ, ഇതെന്റെ കൊച്ചുമോളാ. കൊച്ചുമോൾ എന്നോട് പേത്തി പിങ്കി. ചെയ്യലാമാ എന്ത് ചെയ്യാനാ, ഇങ്ങനെയായി പോയി. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. ഓക്കെ ഓക്കെ நல்லா வச்சிக்க உங்க பேத்திய Thank you, thank you, thank you. என்ன உலக கடவுளே എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു സന്തതി. ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് നീ ആര്, ജെയിംസ് ബോണ്ടോ? നാട്ടുകാരി ഇപ്പൊ തല്ലിക്കൊന്നാനെ. പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്തശ്ശന്റെ കയ്യിലില്ല. എന്നിട്ട് രാവിലെ തന്നെ പൂഴ്ത്തി വെച്ചത് മാന്തിയെടുക്കാൻ വന്നേക്കുന്നു. അയ്യേ, 200 രൂപയോ? ഇതാണോ ATM വന്ന് ഇത്ര മെനക്കെട്ടെടുത്തത്? കഷ്ടം. ചുമ്മാ അതല്ല, നാട്ടുകാര് പിശുക്കം പിള്ളാന്ന് വിളിക്കുന്നത്. സിവിലിയൻ കോളനിയിലെ പിള്ളേരെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു വിത്ത് എന്റെ മോന്റെ രക്തത്തെ തന്നെ പിറന്നൂല്ലോ. ദേ 50 പൈസ. എവിടെ? ഈശ്വര, തെങ്ങനെ? അയ്യോ എന്റെ മാല. ഹലോ. ആ എവിടെടാ? ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്, നീ പുറത്തേക്ക് വാ. ആ എന്തായി, സംഗതി സക്സസ് അല്ലേ? മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് 200 രൂപയെ കിട്ടിയുള്ളൂ. വീടിന് തീ പിടിക്കുമ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്നതിനോ നിന്റെ മുത്തച്ഛൻ. ഇനി എന്ത് ചെയ്യും? സംഗതിയുടെ സീരിയസ്നെസ് അറിയാലോ. വേറെ നോപ്പിച്ചിട്ടുണ്ട്. ആഹാ, എന്തായാലും ഫാൻസി ഡ്രസ് പാടായില്ല. ചുമ്മാ അല്ല നിന്നെല്ലാരും പങ്കെന്ന് വിളിക്കുന്നത്. പോടാ ഡാഷേ, ഇനി വീട്ടിൽ ചെന്ന പണ്ടത്തിന് പകരം മുത്തശ്ശൻ എന്റെ കുടൽപ്പണ്ട് എടുക്കും. അതുറപ്പല്ലേ? പോടാ പോടാ. എന്നാ പിടിച്ചേ, അപ്പൊ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം. ഓക്കേ ഓക്കെ, ഇതിൽ ഒതുങ്ങൂ. ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ? അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക് സ്വഹ. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം, ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ. ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ വട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പൊ ഇങ്ങെത്തും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോയുടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ മടിച്ചായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞ അടുത്തത് 10ാം ക്ലാസ്സിലാ. മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചാർജ് ചെയ്തില്ലേ? കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പൂവാലം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും. അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയ ഇവനെ തല്ലി ഓടിക്കുന്നവരെ ഞാൻ ഏറ്റുന്നു. മോനെ എന്താ, അവനെ സൂക്ഷിക്കണം. അവന് ഭ്രാന്ത, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ. അവിടെ എന്തോ പ്രതിസന്ധിയാ. മോളെ വാ പോവാ. നീ മൊബൈൽ ചാർജ് ചെയ്യ്. വാ നടക്ക. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിശന്ത തണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടിൽ കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ? ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ല വാനര സംഘം. മാറി മാറി മാറി, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശ്വരനുള്ള നിവേദ്യമാണ്. ഉന്നം പിഴച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരു അപേക്ഷയുണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് പോലടാ. അയ്യോ, തേങ്ങക്ക് പോലും ഉന്നം ഇല്ലാതായി. ശുഭ ലക്ഷണം. എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിഴച്ചതാ. ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്കുക. വല്ലതും കഴിച്ചാ? കാലത്ത് തന്നെ 2 അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തിവെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസും ഉണ്ട്, ഹൗസ് വൈഫും ഉണ്ട്. പക്ഷെ ആ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ. ഞാനാ. ഇവിടെ ഇങ്ങനെ ഒരു പ്രേമകുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ. അപ്പോഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട്. ശ്രീലങ്കട ഭൂപടം പോലെ. ചിരിക്കണ മധുര 16-കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ആ വട്ടൊന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അളിയൻ ഇപ്പോ കണ്ടകശനിയാ. അത് കൊണ്ടേ പോവും. എന്നെ വിളിച്ചോ? എത്ര കറക്റ്റാ. സോറി കണ്ടകശനി കണ്ടത്തിലാ കൊണ്ടത്. ഔ.